പ്രവാസലോകത്തെ വാർത്തകൾ. യുകെയിൽ മിനിമം വേതനം വർധനവ് നിലവിൽ വന്നു. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശ തൊഴിലാളികൾക്ക് ഉപകാരപ്രദമായ തീരുമാനമെന്ന് വിലയിരുത്തൽ. യുകെയിൽ മിനിമം വേതനം വർദ്ധിച്ചു. ഏപ്രിൽ 1 മുതൽ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വന്നു. 21 വയസ്സിന് മുകളിലുള്ളവർക്ക് മണിക്കൂറിന് 12.71 പൗണ്ട് ലഭിക്കും. ഇതോടെ രാജ്യത്ത് ഏകദേശം 2.7 ദശലക്ഷം തൊഴിലാളികൾക്ക് ശമ്പള വർധന ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. 18നും 20നും ഇടയിൽ പ്രായമുള്ള തൊഴിലാളികൾക്ക് മണിക്കൂറിന് 10.85 പൗണ്ടുമായി വേതനം ഉയർന്നിട്ടുണ്ട്. അതേസമയം 18 വയസ്സിന് താഴെയുള്ളവർക്കും അപ്രന്റീസുകൾക്കും മണിക്കൂറിന് വേതനം 8 പൗണ്ടായി. ഈ വർധനവിനെ തൊഴിലവകാശ പ്രവർത്തകർ സ്വാഗതം ചെയ്തെങ്കിലും ഉയർന്ന വേതന ചെലവ് ബിസിനസ്സുകൾക്ക് സമ്മർദ്ദമുണ്ടാക്കുമെന്ന് ചില സ്ഥാപനങ്ങൾ മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ ഫലമായി വില വർധനയോ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കലോ ചെയ്യേണ്ടി വരാമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗൾഫ് മേഖലയിലെ സംഘർഷം കാരണം എണ്ണ ഉൽപാദനം കുറയ്ക്കില്ലെന്ന് അബുദാബി ദേശീയ എണ്ണ കമ്പനിയായ അഡ്നോക്. ആഗോള വിപണിയിലെ വിലക്കയറ്റം തടയാൻ സഹായിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. പശ്ചിമേഷ്യൻ സംഘർഷം കാരണം വിതരണ തടസ്സം നിലനിൽക്കുന്നുണ്ടെങ്കിലും എണ്ണ ഉൽപാദനം നിലവിലുള്ള തോതിൽ തന്നെ തുടരുമെന്ന് അബുദാബി ദേശീയ എണ്ണ കമ്പനിയായ അഡ്നോക് അറിയിച്ചു. ആഗോള വിപണിയിലെ എണ്ണ ആവശ്യകതയും ലഭ്യതയും സന്തുലിതമായി നിലനിർത്തുന്നതിനാണ് അഡ്നോക്കിന്റെ തീരുമാനം. കപ്പൽ ഗതാഗത തടസ്സങ്ങൾ വിപണിയിൽ ആശങ്കയുണ്ടാക്കിയെങ്കിലും ഉൽപാദനത്തിൽ കുറവ് വരുത്തേണ്ട സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ. ഒപെക് പ്ലസ് രാജ്യങ്ങളുടെ തീരുമാനങ്ങൾക്കനുസൃതമായി നിലവിലുള്ള കോട്ടയിൽ തന്നെ ഉൽപാദനം തുടരും. വിതരണത്തിലെ കുറവ് എണ്ണവിലയിൽ വലിയ വർധനവ് ഉണ്ടാക്കുമെന്നതിനാൽ ജാഗ്രതയോടെയാണ് നീക്കം. അബുദാബിയിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരിലൊന്നായ അഡ്നോക്കിന്റെ ഈ നീക്കം ആഗോള വിപണിയിലെ വിലക്കയറ്റം തടയാൻ സഹായിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റ് ഇന്ത്യ വിമാന സർവീസുകൾ ഏപ്രിൽ 5 മുതൽ പുനരാരംഭിക്കുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ആശ്വാസം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്ന് നിർത്തിവച്ചിരുന്ന കുവൈറ്റ് ഇന്ത്യ വിമാന സർവീസുകൾ ഏപ്രിൽ 5 മുതൽ പുനരാരംഭിക്കുന്നു. കുവൈറ്റ് എയർവേസാണ് പ്രവാസികൾക്ക് ഈ പ്രഖ്യാപനം നടത്തിയത്. ആദ്യഘട്ടത്തിൽ കൊച്ചി ഉൾപ്പെടെ ഇന്ത്യയിലെ 4 പ്രധാന നഗരങ്ങളിലേക്കാണ് സർവീസുകൾ പുനഃസ്ഥാപിക്കുന്നത്. കൊച്ചിക്ക് പുറമെ മുംബൈ, ഡൽഹി, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലേക്കും സർവീസുകൾ ഉണ്ടാകും. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി സൗദി അറേബ്യയിലെ ദമാം വിമാനത്താവളം വഴിയായിരിക്കും ഈ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുകയെന്നും അധികൃതർ വ്യക്തമാക്കി. നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ വിഷമിക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ഇത് വലിയ ആശ്വാസമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.